മോസ്കോയിലെ അത്യാവശ്യം പോഷായിട്ടുള്ളൊരു സിറ്റിയാണ് മാറസെക്ക എന്ന് പറയുന്നത്. എല്ലാ രാജ്യക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ഫ്രീക്കന്മാർ പിള്ളേർ, ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കൻ ഒരു ചെറിയൊരു സ്ട്രീറ്റാണ്. പോഷ് വണ്ടിയും കാര്യങ്ങളും കൊണ്ട് ഇഷ്ടം പോലെ പോഷ് സ്പോർട്സ് കാർ, അതുപോലെ തന്നെ സ്പോർട്സ് ബൈക്ക്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനീ പാട്ട് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയത്. ഈ എല്ലാ രാജ്യത്തെയും മ്യൂസിഷ്യന്മാരുടെ തുടക്കം തന്നെ ഉണ്ടല്ലോ ഈ സ്ട്രീറ്റിൽ നിന്നാണ്. ഒരുപാട് നമ്മുടെ യൂറോപ്പിലും റഷ്യയിലൊക്കെ തന്നെ ഒരുപാട് സ്ട്രീറ്റിൽ പാടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് പിന്നീട് ഫേമസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഞാൻ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് റെഡ് സ്ക്വയർ ഉള്ളത്. ഈ റെഡ് സ്ക്വയറിലൊരു കവാടമുണ്ട്. ആ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് ആ സ്ഥലത്ത് വരുമെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. അതിൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ പോലെ ബ്രദർ എന്ന് പറയേണ്ട ഒരു പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. ഞാനങ്ങനെ കോയിൻ എറിഞ്ഞു. ഞാൻ എന്നിട്ട് തിരിച്ച് വരികയും ചെയ്തായിരുന്നു. പുള്ളിയും പുള്ളിയുടെ ഗേൾഫ്രണ്ടോടെ മോസ്കോയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മോസ്കോ കാര്യങ്ങൾ ഫസ്റ്റ് ഞാനൊന്ന് കാണുകെടുക്കുകയും ചെയ്യുന്ന അവരുടെ കൂട്ടത്തിൽ പോയിട്ടാണ്. ഒരു രക്ഷയില്ല. ഞാനൊരു പാട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബാറ്ററിക്ക. ഇടയ്ക്ക് പോലീസുകാർ വന്നു. സമയം 10 മണിയായി. ഇനിയിപ്പം പാട്ടുപാട്ടിൽ അടക്കമെന്ന് അറിയുന്നത്. പോഷ് ടൗണാണ് കേട്ടോ, ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ഒരു രക്ഷയില്ല. ഞാൻ ഓർഡർ ചെയ്ത പാട്ടാണ് ബാറ്ററിക്ക എന്ന് പറഞ്ഞത്. റഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. Батарейка, ой-ой-ой, батарейка, ой-ой-ой, батарейка, давала тебе минуты расставания, ты возвращалась ко мне после расстояния. Стейте фулл ആൾക്കാർ. Ни на что пришла судьба злодейка, и у любви у нашей силы батарейка, ой-ой-ой, батарейка, ой-ой-ой, батарейка. Как всегда, все те же чашки, ложки, даже в кране вода, тот же суп. Пойте громче, я не слышу. Судьба щебечет канарейка, что любви у нашей села батарейка, ой-ой-ой, батарейка, ой-ой-ой, батарейка. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇതും. പച്ചിരാലി ബസ് ബ്രാവോ, അടിപൊളി. ഒരു പാട്ടിന് 500 രൂപയാണ്. ഞാനൊരു പാട്ട് ഇപ്പോൾ പയ്യൻ പാടിയിട്ടുണ്ട് ബാറ്ററിക്ക. ഇപ്പം ഈ പെങ്കൊച്ച് അവൾ 500 രൂപ എടുത്ത് അവൾ പ്ലേ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അവരുടെ ഫ്രണ്ട്സാണ് ഫുള്ള്. ഈ പയ്യനാ പാട്ട് പാടിയത്. അതവൻ്റെ ഗേൾഫ്രണ്ട്. ഇടയ്ക്ക് മറ്റേ ശബ്ദം കാറും കൊണ്ട് പൊട്ടിച്ചിട്ട് തോന്നുന്നു. നമ്മളിപ്പോൾ രണ്ടാമത്തെ പാട്ടാണ് പാടുന്നത്.
ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ കൊച്ചു പാടുന്ന. പോപ്പാണോ റാപ്പാണോ എന്നുള്ള കാര്യം അറിയില്ല. റോക്കാന്ന് തോന്നുന്നു. പക്ഷെ രണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. പോപ്പും വരുന്നുണ്ട്, റോക്കും വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള സാധനം. ഒരു രക്ഷയില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ആ പയ്യനൊരു 10,000 രൂപയെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പയ്യനും അവരുടെ ഗേൾ ഫ്രണ്ടും. അവർ ഇത് മേടിച്ചിട്ട് ഇവർ പാടിയതാണ്. ഇവളിപ്പോൾ മൂന്നാമത്തെ പാട്ടാണ് പാടുന്നത്. ഇവളുടെ കൂട്ടിലുള്ള ഇവള് ഈ ഗിറ്റാർ വായിക്കുന്നില്ലേ, അവള് 2 പാട്ട് പാടി. മൂന്നാമത്തെ പാട്ട് ഇപ്പോൾ ഫ്രണ്ട് പാട്ട് പാടുന്നു, ഇവള് പ്ലേ ചെയ്യുന്നു. എന്തായാലും പരിപാടി കഴിഞ്ഞ് നല്ല റൂമിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വല്ലാത്ത വൈബ് തന്നെയാണ്. മോസ്കോയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങണം, എന്നാലേ അതിൻ്റെ വൈബ് അറിയാൻ വേണ്ടി വരത്തുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരലുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കിന് നിങ്ങളിതൊക്കെ കാണിക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.